നമസ്കാരം. ആഗോള വ്യാപാര രംഗത്ത് അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തി ലോകത്തെ സാമ്പത്തിക സമ്മർദ്ദത്തിലേക്ക് തള്ളിവിടുന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഏകപക്ഷീയ നയങ്ങൾ വീണ്ടും ഇന്ത്യയെ ലക്ഷ്യമിടുമ്പോൾ അതിന് മൗനമല്ല മറുപടി എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇന്ത്യ. കയറ്റുമതി തീരുവ 50% ഉയർത്തിയ US നടപടിയെ വെല്ലുവിളിയായി കാണുന്ന കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ കർഷകരെയും വിപണിയെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി ശക്തമായ പ്രതിരോധം തീർത്തിരിക്കുന്നു. അമേരിക്കയിൽ നിന്ന് വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തിരുന്ന പയറുവർഗ്ഗങ്ങൾക്കും പരിപ്പുകൾക്കും 30% തീരുവ ചുമത്തിയ തീരുമാനം ട്രംപിന്റെ സാമ്പത്തിക ധാർഷ്ട്യത്തിന് നൽകിയ വ്യക്തമായ രാഷ്ട്രീയ വാണിജ്യ മറുപടിയാണ്. കയറ്റുമതി തീരുവ 50% ഉയർത്തിയ നടപടിയിൽ US-നെ തീരുവ കൊണ്ട് തന്നെ തിരിച്ചടിച്ചാണ് ഇന്ത്യ കണക്കു തീർത്തതെന്ന് വേണം പറയാൻ. US ഇന്ത്യയിലേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്തിരുന്ന പയറുവർഗ്ഗങ്ങൾക്കും പരിപ്പുകൾക്കും 30% തീരുവയാണ് ഇന്ത്യ ചുമത്തിയിരിക്കുന്നത്. ഔദ്യോഗിക വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ ഈ തീരുവ നിലവിലുണ്ട്. എന്നിരുന്നാലും ഇത് പൊതുവായി പ്രഖ്യാപിക്കാതെയാണ് നടപ്പിലാക്കിയത്. കേന്ദ്ര സർക്കാർ ഈ നടപടിക്ക് കാര്യമായി പ്രചരണം നൽകിയില്ല. 2 US സെനറ്റർമാർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കത്തെഴുതിയ വിവരം പുറത്തു വന്നതോടെയാണ് ഇന്ത്യ ചുമത്തിയ തീരുവ ചർച്ചയാവുന്നത്. ഇന്ത്യ ചുമത്തിയ വൻ തീരുവയിൽ കർഷകരും കച്ചവടക്കാരും കടുത്ത പ്രതിസന്ധിയിലാണെന്നും കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തണമെന്നുമാണ് ട്രംപിനോട് സെനറ്റർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നോർത്ത് ഡക്കോട്ട, മൊണ്ടാന എന്നിവിടങ്ങളിലെ സെനറ്റർമാരായ കെവിൻ ക്രാമർ, സ്റ്റീവ് ഡെയ്ൻസ് എന്നിവരാണ് ട്രംപിന് കത്തയച്ചത്. തീരുവ കുറയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മേൽ പ്രസിഡന്റ് ട്രംപ് സമ്മർദ്ദം ചെലുത്തണമെന്നും സെനറ്റർമാർ ആവശ്യപ്പെട്ടു. ഈ കത്ത് പുറത്തു വന്നതോടെയാണ് ഇന്ത്യ തീരുവ കൂട്ടിയ വിവരം വലിയ ചർച്ചയായത്. തീരുവ കുറയ്ക്കാനും ഇന്ത്യൻ വിപണിയിലേക്ക് US ഉൽപ്പന്നങ്ങളുടെ പ്രവേശനം സുഗമമാക്കാനും ട്രംപ് ഇടപെടണമെന്ന് സെനറ്റർമാർ ആവശ്യപ്പെട്ടു. ഇന്ത്യയുമായി വ്യാപാര കരാർ ഉറപ്പിക്കും മുൻപ് ട്രംപ് ഇടപെടണമെന്നാണ് ആവശ്യം. ട്രംപ് മന്ത്രിസഭ ആദ്യമായി ഭരണത്തിലെത്തിയപ്പോൾ ഇവയ്ക്ക് നികുതി ചുമത്തുന്ന വിഷയം സംബന്ധിച്ച് തങ്ങൾ എഴുതിയിരുന്നതായി സെനറ്റർമാർ സൂചിപ്പിച്ചു. അന്ന് 2020 വ്യാപാര ചർച്ചയ്ക്കിടെ ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് കത്ത് കൈമാറിയിരുന്നു. ഇത് ഉൽപാദകർക്ക് വിഷയങ്ങൾ ചെയ്യാനുള്ള അവസരം നൽകി. പയർവർഗ്ഗങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത് ഇരു രാജ്യങ്ങൾക്കും പ്രയോജനകരമാകും. ഒരു വശത്ത് അമേരിക്കൻ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വിപണി ലഭിക്കും. മറുവശത്ത് ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ വിലയിൽ പയറുവർഗ്ഗങ്ങൾ ലഭ്യമാകും. ഇത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തും. ഇന്ത്യ US വ്യാപാര കരാർ സംബന്ധിച്ച പ്രഖ്യാപനം അനിശ്ചിതമായി നീളുന്നതിനിടെയാണ് ഇന്ത്യ നികുതി 30% ഉയർത്തിയത്. ഇന്ത്യയുടെ ആഭ്യന്തര കാർഷിക താൽപര്യങ്ങൾ സംരക്ഷിക്കാനും സ്വന്തം വ്യാപാര സ്വയംഭരണാധികാരം ഉറപ്പിക്കാനുമുള്ള വ്യക്തമായ സൂചനയായിട്ടാണ് നയതന്ത്രജ്ഞർ ഈ നീക്കത്തെ കാണുന്നത്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വരാനിരിക്കുന്ന വ്യാപാര കരാർ ചർച്ചകളിൽ ഈ വിഷയം പ്രധാനമാകാൻ സാധ്യതയുണ്ട്. ഇരു രാജ്യങ്ങളിലെയും കർഷകരും വ്യാപാരികളും ട്രംപ് ഭരണകൂടം ഈ ആവശ്യം സംബന്ധിച്ച് എന്ത് നിലപാടെടുക്കുമെന്നും ഇന്ത്യൻ സർക്കാർ ഈ തീരുവകളിൽ എന്തെങ്കിലും ഇളവ് നൽകുമോ എന്നും ഉറ്റുനോക്കുകയാണ്. ട്രംപിന്റെ നയങ്ങൾ സൗഹൃദ രാജ്യങ്ങളോട് പോലും ചൂഷണപരമായ സമീപനം സ്വീകരിക്കുന്നതിന്റെ ഉദാഹരണങ്ങളാൽ നിറഞ്ഞതാണ്. വ്യാപാര പങ്കാളിത്തം ഭീഷണിയാക്കി മാറ്റി തീരുവകൾ ആയുധമാക്കി ലോകത്തെ നിയന്ത്രിക്കാമെന്ന ട്രംപിന്റെ തെറ്റായ ധാരണയെ ഇന്ത്യ പൊളിച്ചടുക്കുകയാണ്. ഇന്ത്യ ഇനി പഴയ ഇന്ത്യ അല്ല എന്ന സന്ദേശമാണ് ഈ തീരുവയിലൂടെ മോദി ലോകത്തിന് നൽകുന്നത്. വാക്കുകളിൽ പൊങ്ങച്ചം പറയാതെ എന്നാൽ കൃത്യമായ സമയത്ത് നടപ്പാക്കിയ ഈ നടപടി മോദി സർക്കാരിന്റെ തന്ത്രപരമായ നിശ്ചയദാർഢ്യത്തിന്റെ തെളിവാണ്. കർഷകരുടെ താൽപര്യവും ദേശീയ സമ്പദ് വ്യവസ്ഥയും സംരക്ഷിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് അമേരിക്കയെ പോലൊരു ശക്ത രാഷ്ട്രത്തോടും മുഖാമുഖം നിൽക്കാമെന്ന് ഈ തീരുമാനം ഉറപ്പിക്കുന്നു. അമേരിക്കയുടെ അമിതമായ കയറ്റുമതി തീരുവ വർധനവിന് മറുപടിയായി ഇന്ത്യ സ്വീകരിച്ച 30% തീരുവ പ്രതികാരമല്ല, അത് സ്വാഭിമാനത്തിന്റെ പ്രഖ്യാപനമാണ്. മോദി സർക്കാർ പിന്തുടരുന്ന ആത്മനിർഭർ ഭാരത് ദർശനം വെറും മുദ്രാവാക്യമല്ല എന്നും ആവശ്യമായപ്പോൾ അത് ശക്തമായ നയമായി മാറിയെന്നും ഈ നടപടി ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ട്രംപിന്റെ അഹങ്കാരപൂർണമായ വ്യാപാര നയങ്ങൾ പല രാജ്യങ്ങളെയും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളുമ്പോൾ ഇന്ത്യ അത് അവസരമാക്കി മാറ്റുകയാണ്. ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കുകയും ഇന്ത്യൻ വിപണിയുടെ ആത്മാഭിമാനം നിലനിർത്തുകയും ചെയ്യുന്ന ഈ തീരുമാനത്തിലൂടെ ഇന്ത്യ അന്താരാഷ്ട്ര വേദിയിൽ കൂടുതൽ ശക്തമായ നിലപാട് കൈക്കൊള്ളുകയാണ്. ട്രംപിന്റെ തീരുവ രാഷ്ട്രീയം കാലം കഴിഞ്ഞ ഒരു സാമ്രാജ്യത്വ ചിന്തയുടെ പ്രതിഫലനമാണെങ്കിൽ ഇന്ത്യയുടെ നിലപാട് ഭാവിയിലേക്ക് നോക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ശബ്ദമാണ്. ഇന്ത്യയെ സാമ്പത്തികമായി സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അതേ നാണയത്തിൽ മറുപടി ലഭിക്കുമെന്ന് ലോകം ഇന്ന് തിരിച്ചറിയുന്നു. ഈ പോരാട്ടത്തിൽ ഇന്ത്യ ജയിക്കുമെന്നത് തീർച്ചയാണ്. കാരണം അത് നയിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാനവും ജനങ്ങളുടെ വിശ്വാസവും കൈവശമുള്ള നേതാവാണ്.